ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ടുഡേ സെഷൻ. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഒക്കെ നോക്കിയായിരുന്നു. അതിൽ കൂടുതൽ പ്രോബ്ലംസ് ഞാൻ തരാം, നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഈ മോഡ്യൂളിൽ ഈ പാർട്ടിൽ കവർ ചെയ്യാനുണ്ട്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്സിൽ കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, ബോസ്നിയസ് അനാലിസിസ് ഇക്വേഷൻസിലൊക്കെ അതിലോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ബോസ്നിയസ് വെസ്റ്റർഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രഷർ ഡയഗ്രാംസ് ഒക്കെ പെർഫെക്റ്റ്ലി പഠിക്കണം. അപ്പോൾ അതിൽ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്സ് ഒക്കെ നമ്മൾ നോക്കി. അതൊക്കെ ടോട്ടൽ, ന്യൂട്രൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് ഒക്കെ നമ്മൾ നോക്കി, പ്രഷർ ഡയഗ്രാംസ് നോക്കി. പക്ഷേ ചില സ്പെഷ്യൽ കേസസ് വരാറുണ്ട്. കാപ്പിലറി ആക്ഷൻ വഴിയൊക്കെ ഡയഗ്രാം ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ കാപ്പിലറി ആക്ഷൻ കാരണം വരുന്ന പ്രഷർ ഡയഗ്രാംസ് അത് നോക്കിയില്ല. ക്വിക്സാൻഡ് കണ്ടീഷൻ ഉണ്ട്, അത് എന്ത് കണ്ടീഷനാണെന്ന് പഠിച്ചില്ല. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഉണ്ട്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്താണെന്ന് അറിയാം, പെർമിബിലിറ്റി പഠിച്ചു. പക്ഷേ ആ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്താണെന്ന് പഠിച്ചില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു സ്ലൈഡാണ് നോക്കിയത്, പിന്നെ വേറൊരു സ്ലൈഡാണ് നോക്കുന്നത്. ഇത് രണ്ടും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് കൂടുതൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ ടേംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ സ്ലൈഡിലുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ് വരെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ എൻജിനീയറിംഗ് രീതിയിലുള്ള കുറച്ചും കൂടെ ടെക്നിക്കലായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറാം. സോ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്. ദ എഫക്റ്റീവ് സ്ട്രെസ് പ്രിൻസിപ്പിൾ ഈസ് ഡെവലപ്ഡ് ബൈ കാൾ ടെർസാഗി 1936 ആണല്ലോ, അത് നമ്മൾ പറഞ്ഞതാണ്. രണ്ട് പ്രിൻസിപ്പിളാണ് എഫക്റ്റീവ് സ്ട്രെസ്സിനുള്ള. അപ്പോൾ ചോദിക്കുവാണെങ്കിൽ എഴുതണം ഡെഫിനിഷൻ ഓഫ് ദ എഫക്റ്റീവ് സ്ട്രെസ്സും ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഇൻ എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഓഫ് സോയിലും ആണ് ദ ടു ബേസിക് എഫക്റ്റീവ് സ്ട്രെസ് പ്രിൻസിപ്പിൾസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഗാമ സാറ്റ്, അല്ലെങ്കിൽ ഇപ്പം ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു സോയിൽ മാസ് ആണെങ്കിൽ ഗാമ സാറ്റ് ഇൻറ്റു എച്ച് ഇൻറ്റു എ ആണ്. എന്ന് പറഞ്ഞാൽ ഏരിയയും കൂടെ വരും. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഏരിയ, പ്രഷർ ഇൻറ്റു ഏരിയ ആണല്ലോ. അപ്പം സ്ട്രെസ് എടുക്കുമ്പോൾ ഡിവൈഡ് ബൈ ഏരിയ എടുക്കും. അങ്ങനെയാണ് നമുക്ക് സിഗ്മ ഈക്വൽ ടു ഗാമ സാറ്റ് ഇൻറ്റു ഡെപ്ത് എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടുന്നത്. നമ്മൾ എച്ചിന് വരെ ഇസഡും യൂസ് ചെയ്യാം, അതൊരു പ്രശ്നമല്ല. ഫോർവേഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ്. അപ്പം ഇത് മൊത്തത്തിലൊരു കൺക്ലൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് സ്റ്റെപ്സ് ഒക്കെ കാണിക്കാനും ആ ഫോർമുലാസ് ഒക്കെ, ഇക്വേഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാനും കൂടെയാണ് ഞാൻ ഈ സ്ലൈഡ് എടുത്തത്. ഇതാണ് നമ്മുടെ ഗാമ ഡാഷിൻ്റെ, സിഗ്മ ഡാഷിൻ്റെ, അതായത് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് സിഗ്മ ഡാഷ് എന്ന് പറയുന്നത്, സിഗ്മ എന്താണ്, ഗാമ സാറ്റ് ഇൻറ്റു എച്ച് ആണ്. എന്ത് സിഗ്മ എന്ന് പറയുന്നത്, ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്. വെൻ വി കൺസിഡർ എ സാച്ചുറേറ്റഡ്, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ, മൈനസ് യു എന്ന് പറയുന്നത് എത്ര, ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് എന്ന് എഴുതാമല്ലോ. എച്ച് എന്ന് പറയുന്നത് കോമൺ എടുത്തിട്ട് അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു എന്ന് വരും. ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് ഗാമ ഡാഷ് ആണ്. ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. ഞാൻ അത് അന്ന് പറഞ്ഞാണ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 1-2 ക്ലാസ്സിൽ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് ഒന്നെങ്കിൽ ഗാമ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗാമ സബ് എന്നും ഡിനോട്ട് ചെയ്യാം. ഓക്കെ. അപ്പം സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു സോയിലുണ്ട്, ആ സോയിൽ സാച്ചുറേറ്റഡ് ആണ്, ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഗാമ ഡാഷ് ഇൻറ്റു എച്ച് ആണ്. സിംപ്ലി നമ്മൾ പറയുവാണെങ്കിൽ ഒരു നോർമൽ കണ്ടീഷനിൽ അത് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഹെഡ് ആണ്. ഓക്കെ, ഇത് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ടോട്ടൽ സ്ട്രെസ് എടുക്കുമ്പോൾ എന്താണ്, ഗാമ സാറ്റ് ഇൻറ്റു എച്ച് തന്നെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, 2 ലെയർ വരുവാണെങ്കിൽ സിഗ്മ എങ്ങനെ വരും, സിഗ്മ 2 ലെയറിൻ്റെ കൂടെ സിഗ്മ ആഡ് ചെയ്യണം. ഓക്കെ, ഗാമ H1 പ്ലസ് ഗാമ സാറ്റ് H2. ഇവിടെ ഗാമ സാറ്റും ഗാമയും വരാനുള്ള കാരണം വാട്ടർ ടേബിൾ ഏകദേശം നടുക്കായിട്ടായിരിക്കും വന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് അവർ പറയാണ്, സിഗ്മ ഇതാണ്, യു ഇതാണ്, അങ്ങനെയാണെങ്കിൽ സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് സിഗ്മ മൈനസ് യു ആണ്. അപ്പോൾ അതെങ്ങനെ വരും, ഇക്വേഷൻസ് ഓരോന്ന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് വാട്ടർ ടേബിളും കൂടെ വരുന്ന കേസില്ല. ഇത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കേസില്ല. രണ്ടാമത്തേന്ന് പറയുമ്പോൾ മുകളിൽ വെള്ളമില്ല, ഗ്രൗണ്ട് ലെവൽ വരെ മാത്രമേ ഉള്ളൂ വെള്ളം. മറ്റേ കേസിൽ ഗ്രൗണ്ടിൻ്റെയും മുകളിലോട്ട് ഒരു എച്ച് ഡെപ്തിൽ വാട്ടർ ഉണ്ട്. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് വാട്ടർ ലെവലും. അപ്പോൾ ആ കേസുകളിൽ ഉണ്ടാവുന്ന വാട്ടർ ടേബിൾ കാരണം ഉണ്ടാവുന്ന സിഗ്മയുടെയും സിഗ്മ ഡാഷിൻ്റെയും വേരിയേഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഒരു സാധ്യതയില്ല, കാരണം നമ്മളിതൊക്കെ കറക്റ്റായിട്ട് പ്രോബ്ലം വരെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വലിയ സംശയം വരാൻ കാരണമില്ല. വാട്ടർ ഉണ്ടെങ്കിൽ ഗാമ സാറ്റ് എടുക്കുക, സിഗ്മ ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കുമ്പോൾ ഗാമ സാറ്റ് എടുക്കുക. വാട്ടർ ഇല്ലെങ്കിൽ ഗാമ എടുക്കുക. ഇനി എഫക്റ്റീവ് സ്ട്രെസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഗാമ സബ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഗാമ ഡാഷ് എടുത്താൽ മതി. ഓക്കെ, ഇത് സെക്കൻഡ് കേസിലെയാണ്. ആദ്യത്തെ കേസും സെക്കൻഡ് കേസുമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും എഴുതി വെച്ചിരിക്കുമ്പോൾ കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 2-3 ലെയർ വരുമ്പോൾ അത്രയും നീളം വരുമെന്നേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. ഇത് കാണുമ്പോൾ പേടിക്കാതിരിക്കാനാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും കാര്യമായിട്ടൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇത് നിങ്ങളെങ്ങനെ ചെയ്യും? ഈ പ്രോബ്ലം, ഇപ്പം ഇങ്ങനൊരു പ്രോബ്ലം വരികയാണ്. അപ്പം നിങ്ങളെങ്ങനെ ചെയ്യും? ഇപ്പം ഇതിനകത്തെ ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എത്ര ലെയർ ഉണ്ട്? ഇവിടെ വരെ വെള്ളമുണ്ടോ? ഇല്ല. വെള്ളം എന്തായിട്ട് ഇവിടെ ഉള്ളത്, എന്താ അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇതിന് 3 ലെയറായിട്ട് എടുക്കാം. ആ വാട്ടർ ടേബിൾ വരുന്ന ലെയറും കൂടെ ചേർത്ത് 3 ലെയറായിട്ട് എടുക്കാം. അപ്പം വാട്ടർ ടേബിളിന് താഴോട്ട് എന്ത് ചെയ്യും? സാച്ചുറേറ്റഡ് എടുക്കും. അതിന് മുകളിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടെല്ലാം ഗാമ എടുക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്ട്രെസ് എങ്ങനെ വരും? സിഗ്മ ഈക്വൽ ടു ഈ എയിൽ എടുക്കുവാണെങ്കിൽ അറ്റ് 0യിൽ എന്ത് വരും? അറ്റ് സെക്ഷൻ എ അല്ലെങ്കിൽ 0യിൽ 0 ഡെപ്തിൽ എന്ത് വരും? അവിടെ സിഗ്മയും യുവും സിഗ്മ ഡാഷും എല്ലാം 0യാ. ഇനി അടുത്ത ബിയിൽ എടുക്കുക. ബിയിൽ എടുക്കുമ്പോൾ എത്ര വരും? ഗാമ 1 H1 വരും അല്ലേ? ടോട്ടൽ സ്ട്രെസ്. അവിടെ ഫോർവേഡ് പ്രഷർ ഉണ്ടോ? കാരണം അവിടെ വെള്ളമില്ല. അപ്പോൾ അവിടെ യു എന്താ? 0യാ. ഇത് ഞാൻ ബിയിലെ കാര്യമാണ് പറയുന്നത്, H1 ഡെപ്തിലുള്ളത്. അവിടെ എഫക്റ്റീവ് സ്ട്രെസ് എന്ത് വരും? എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ സ്ട്രെസ് മൈനസ് യു. അപ്പം സിഗ്മയ്ക്ക് ഈക്വലായിട്ട് വരും. ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്തത് ഇയിൽ എടുക്കുമ്പോൾ 2 ലെയറിൻ്റെ വരും. ഗാമ 1 H1 പ്ലസ് ഗാമ 2 H2 ഡാഷ് എന്ന് വരും. H2 ഡാഷ് എന്ന് വരും. ഓക്കെ, അവിടെയും ഫോർവേഡ് പ്രഷർ വരത്തില്ല, 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സർചാർജ് ലോഡ് വരുന്ന കാര്യം, അതായത് ക്യൂ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ലോഡിങ് വരുവാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി. ക്യൂ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ലോഡ് എല്ലാത്തിൻ്റെയും കൂടെ ആഡ് ചെയ്യും. എപ്പോഴും ടോട്ടൽ സ്ട്രെസ് എടുത്താലും ഈ ക്യൂ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ, ഓരോ ലെയറിലും. ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എഫക്റ്റീവ് സ്ട്രെസ്സസ് ഇൻ സോയിൽ സാച്ചുറേറ്റഡ് ബൈ കാപ്പിലറി ആക്ഷൻ. കാപ്പിലറി ആക്ഷൻ കാരണം എഫക്റ്റീവ് സ്ട്രെസ്സിന് എന്ത് ഇൻഫ്ലുവൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇൻ ദിസ് കേസ് ദ പോർ വാട്ടർ പ്രഷർ എബവ് ദ വാട്ടർ ടേബിൾ ഈസ് നെഗറ്റീവ്. കാരണം വാട്ടർ ടേബിളിൻ്റെ മുകളിലോട്ട് പോർ വാട്ടർ പ്രഷർ നെഗറ്റീവാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഇത്രയും നേരം പഠിച്ചപ്പോഴും വാട്ടർ ടേബിളിൻ്റെ മുകളിലോട്ട് പോർ വാട്ടർ പ്രഷർ എന്തായിരുന്നു? 0 ആയിരുന്നു. നമ്മൾ എടുക്കത്തേ ഇല്ലായിരുന്നു. വാട്ടർ ടേബിൾ ഉള്ളിടത്തേ പോർ വാട്ടർ പ്രഷർ ഉള്ളൂ എന്നായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ കാപ്പിലറി ആക്ഷൻ ഉണ്ടെങ്കിൽ വാട്ടർ ടേബിളിൻ്റെ മുകളിലോട്ട് നെഗറ്റീവ് വരും, നെഗറ്റീവ് പോർ വാട്ടർ പ്രഷർ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. യൂഷ്വലി നമ്മുടെ വാട്ടർ ടേബിൾ ഇപ്പോൾ ഇവിടെ ആണല്ലോ വരുന്നത്, ഇവിടെയാണ് വാട്ടർ ടേബിൾ വരുന്നത്. അപ്പോൾ നമ്മുടെ പോർ വാട്ടർ പ്രഷർ ഡയഗ്രാം ഇത് ഇങ്ങനെയാണ് വരുന്നത്. കാരണം ഇങ്ങോട്ട് ഒന്നും വരത്തില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് ഒന്നും വരത്തില്ല. പക്ഷേ ഈ കേസിൽ കാപ്പിലറി ആക്ഷൻ വഴി, വാട്ട് ഈസ് കാപ്പിലറി ആക്ഷൻ? കാപ്പിലറി ഫോൾ ഓർ കാപ്പിലറി റൈസ്. ഇപ്പോൾ കാപ്പിലറി റൈസ് കാരണം
മുകളിലോട്ട് ഒരു പ്രഷർ വരും. പക്ഷെ ആ പ്രഷർ എന്ന് പറയുന്നത് മുകളിലോട്ടായതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ഫിഗർ വരുന്നത്. ഓക്കെ, അത് ഒരു മൊത്തത്തിലൊരു വേഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നോക്കാം. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ കണ്ടു അത് നെഗറ്റീവായിട്ട് കാണാം. ദ വാട്ടർ ടേബിൾ ഈസ് അറ്റ് ലെവൽ BB. ആ ഫിഗറിൽ BB എന്ന സെക്ഷനിലാണ് വാട്ടർ ടേബിൾ ഉള്ളത്. ലെറ്റ് us കൺസിഡർ 2 കേസസ്. 2 കേസ് കൺസിഡർ ചെയ്യാം. സോയിൽ സാച്ചുറേറ്റഡ് അപ് ടു സർഫസ് ലെവൽ AA. AA എന്ന് വെച്ചാൽ ടോപ്പാണ്. ടോപ്പ് വരെ സോയിൽ സാച്ചുറേറ്റഡ് ആണെങ്കിൽ അതാണ് ഫിഗർ A. രണ്ടാമത്തെ ഫിഗറിൽ സോയിൽ സാച്ചുറേറ്റഡ് അപ് ടു ലെവൽ DD വരെ സാച്ചുറേഷൻ ഉള്ളൂ, അതിന് മുകളിലോട്ട് ഇല്ല. അതാണ് 2 ഫിഗറിലായിട്ട് കാണിച്ചിരിക്കുന്നത്. 2 കേസായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. സോയിൽ സാച്ചുറേറ്റഡ് അപ് ടു ലെവൽ സർഫസ് ലെവൽ AA, അതായത് മുകളിൽ വരെയും സോയിൽ സാച്ചുറേറ്റഡ് ആണ്. ആ കേസാണ്. ദ ബോർ പ്രഷർ ഡയഗ്രാം ഈസ് ഡ്രോൺ ഓൺ ദ റൈറ്റ് സൈഡ്. ഓക്കെ, സെക്ഷൻ AA സിഗ്മ ഈക്വൽ ടു 0, U ഈക്വൽ ടു മൈനസ് ഗാമ W H1. അപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഫിഗർ എയുടെ റൈറ്റ് സൈഡിലുള്ള ഡയഗ്രാമാണ് നമ്മുടെ പോർ പ്രഷർ ഡയഗ്രാം, നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരച്ചേക്കുന്നത് ഇത് തന്നെയാണ്. എന്ത് പോർ പ്രഷർ ഡയഗ്രാം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പോർ പ്രഷർ ഡയഗ്രാം, അതായത് പോർ പ്രഷർ എങ്ങനെയാണ് നെഗറ്റീവിലോട്ട് പോകുന്നതെന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം സെക്ഷൻ എ എടുക്കുമ്പോൾ ടോപ്പിൽ യൂഷ്വലി വരുന്നത് സിഗ്മ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സിഗ്മ എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെസ് ആണ്. ടോട്ടൽ സ്ട്രെസ് ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ സിഗ്മ ഈക്വൽ ടു 0 ആണ് വരുന്നത്. സിഗ്മ ഈക്വൽ ടു 0 അറ്റ് എ സെക്ഷനിൽ സിഗ്മ 0 ആണ്. പക്ഷേ ഈ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്കറിയാം ഇത് പോർ പ്രഷർ ഡയഗ്രാമാണ്. അപ്പം യുവിനൊരു വാല്യൂ ഉണ്ട്, അത് നെഗറ്റീവാണ്. യുവിന് സാധാരണ ഇത്രയും ഹെഡിൽ എന്ത് വാല്യൂ ആണ് വരുന്നത്? സ്മോൾ ഹെഡ് H1ൽ എന്ത് വാല്യൂ ആണ് വരുന്നത്? ഗാമ W H1 ആണ് വരേണ്ടത്. അപ്പോൾ ഈ ട്രയാങ്കിൾ തിരിച്ചായതുകൊണ്ടും ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടും ഈ എയിലെ വാല്യൂ എത്ര ആയിരിക്കും? മൈനസ് ഗാമ W H1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അറ്റ് എ സിഗ്മ ഈക്വൽ ടു 0 ആൻഡ് U ഈക്വൽ ടു മൈനസ് ഗാമ W H1. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഡാഷ് എന്ത് വരും? അല്ലെ എഫക്റ്റീവ് പ്രഷർ എഫക്റ്റീവ് സ്ട്രെസ് എന്ത് വരും? സിഗ്മ മൈനസ് U ആണ്. സിഗ്മ എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് U എന്ന് പറയുന്നത് മൈനസ് ഗാമ W H1 ആണ്. സോ ആൻസർ എന്ത് വരും? പ്ലസ് ഗാമ W H1. സോ ദ വാല്യൂ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഈസ് സിഗ്മ ഡാഷ് ഈക്വൽ ടു ഗാമ W H1. ഓക്കെ, പോർ പ്രഷർ നെഗറ്റീവ് ആയതുകൊണ്ട് എഫക്റ്റീവ് സ്ട്രെസ് പോസിറ്റീവ് ആവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനിയും നമ്മൾ ബാക്കി പറയാണ്. If the soil was not saturated with the capillary action, the effective stress at section A would have been 0. അല്ലേ? കാരണം ഇതിൽ കാപ്പിലറി ആക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? സിഗ്മ ഈക്വൽ ടു 0 വന്നേനെ, U ഈക്വൽ ടു 0 വന്നേനെ. അപ്പോൾ കളക്റ്റീവ്ലി സിഗ്മ ഡാഷും 0 വന്നേനെ. ഇവിടെ കാപ്പിലറി ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഇവിടെ 0 വരാത്തത്, പോർ വാട്ടർ പ്രഷർ വരുന്നത്. So the capillary action has increased the effective stress by gamma W H1. അല്ലേ? ഗാമ W H1 ആയിട്ട് കാപ്പിലറി ആക്ഷൻ കാരണം എഫക്റ്റീവ് സ്ട്രെസ്സിനെ ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ 0 ആയിട്ട് നിൽക്കേണ്ട സാധനമാണ്. ഇൻ അതർ വേർഡ്സ്, ദ നെഗറ്റീവ് പ്രഷർ ആക്ട്സ് ലൈക്ക് എ സർചാർജ്. ശരിയാ, കാരണം ഒരു എക്സ്ട്രാ ലോഡ് കൊടുക്കുന്നതാണ് സർചാർജ് എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് പ്രഷർ വന്നപ്പോൾ നെഗറ്റീവ് പ്രഷർ സർചാർജിന് ഈക്വലൻ്റ് ആയിട്ട് ആക്ട് ചെയ്തു. അതല്ലേ ഇവിടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഓരോ സെക്ഷനായിട്ട് എടുക്കും. ആദ്യം സെക്ഷൻ എ എടുത്തു. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ DD ആണ്, അല്ലേ? അപ്പോൾ സെക്ഷൻ DDയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്തൊക്കെയാണ്? അപ്പോൾ അത് നമ്മൾ എടുക്കണം. സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ സാറ്റ് 1 H1 ഡാഷ് ആയിരിക്കും. സിഗ്മ സാറ്റ് 1 സാച്ചുറേറ്റഡ് കാപ്പിലറി സോൺ ആണെന്നല്ലോ, A to D. അപ്പോൾ ഡിയിൽ ഗാമ സാറ്റ് എടുക്കണം. ഗാമ സാറ്റ് 1 ഇൻറ്റു H1 ഡാഷ് എടുത്തു. അപ്പോൾ സിഗ്മ കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോർ വാട്ടർ പ്രഷർ. അവിടുത്തെ പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്
അവിടെ വരെയുള്ള ഡെപ്താണ് എടുക്കേണ്ടത്. അപ്പോൾ H1 ഡബിൾ ഡാഷ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഡെപ്ത് ആയിരിക്കും എടുക്കേണ്ടത്, H1 ഡബിൾ ഡാഷ്. അപ്പോൾ അതും എടുത്ത്, അപ്പോൾ അതാണ് പോർ വാട്ടർ പ്രഷറായിട്ട് അവിടെ വരുന്നത്. അപ്പം Γ H1 ഡബിൾ ഡാഷ് എന്ന് വരും. മൈനസ് ആയിരിക്കും മിക്കവാറും, മൈനസ് ആണ്. അടുത്തത് സിഗ്മ ഡാഷ് കണ്ടുപിടിക്കും. സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് ആണ്. അതെന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ച സിഗ്മയുടെ യുവിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ്. അപ്പോൾ അതെടുത്തിട്ട് എവിടെയെങ്കിലും ഗാമ സാറ്റ് മൈനസ് Γ എന്ന് വരുവാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ആക്കും? ഗാമ സബ് ആക്കും, അല്ലെങ്കിൽ ഗാമ ഡാഷ് ആക്കും. രണ്ടും ഒന്ന് തന്നെ. നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. ഒന്നേ സബ് എന്ന് എഴുതാം, അല്ലെ വെറുതെ ഡാഷ് ഇട്ട് എഴുതിയാൽ മതി. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. ഇതെല്ലാം ഡിറൈവ് ചെയ്തെടുക്കാനുള്ളൂ, അല്ലാതെ കാണാനൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പ്രോബ്ലം വരുന്നതിനനുസരിച്ച് ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞാൽ മതി, അല്ലാതെ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. കാണാൻ പഠിക്കാൻ പറ്റത്തില്ല. നമുക്ക് ജനറൽ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സിഗ്മ ഈക്വൽ ടു ഗാമ എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അത് സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആകുമ്പോൾ ഗാമ സാറ്റ് ആവും, അല്ലെങ്കിൽ ഗാമയായിരിക്കും. ഇനിയും യു എടുക്കുമ്പോൾ Γ എടുക്കണം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ നേരിട്ട് എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ ചോദിക്കുവാണെങ്കിൽ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് ഗാമ സബ് ഇൻറ്റു എച്ച് ആയിരിക്കും. അപ്പം അത് മാത്രം ജനറലായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം അതുപോലെ തന്നെ പിന്നെ സെക്ഷൻ ബി ബിയിലെ സിഗ്മയും യുവും കണ്ടുപിടിക്കണം. അപ്പോൾ സെക്ഷൻ ബി ബി എടുക്കുമ്പോൾ ഇവിടെ യു എത്ര? യു 0 ഈ ഫിഗർ വെച്ചിട്ട് അവിടെ യു 0 അല്ലേ, പോർ വാട്ടർ പ്രഷർ ഇല്ലല്ലോ. ഓക്കെ, അവിടെ വരുന്ന ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ലെയറിൻ്റെയും വരും, ഈ ലെയറിൻ്റെയും വരും. രണ്ട് ലെയറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് സെക്ഷൻ ബി ബിയിൽ ചെയ്തിരിക്കുന്നത്. ഉണ്ടോ? ഇനി സെക്ഷൻ സി സിയിൽ അതുപോലെ തന്നെ ചെയ്യണം. സി സി ആകുമ്പോഴേക്കും എന്താവും? ഇത്രയും ഡെപ്തിൽ വരും. അപ്പോൾ പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ Γ ഇൻറ്റു H2 ആവും. കാരണം ഇത്രയും ഹെഡ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ H2 ആണ്. ഓക്കെ, പോർ വാട്ടർ പ്രഷർ Γ ഇൻറ്റു H2 ആവും. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ലെയറിൻ്റെയും അതുപോലെ തന്നെ ഈ ലെയറിൻ്റെയും സം എടുക്കണം. അതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ ടോട്ടൽ സ്ട്രെസ്സിൽ നിന്ന് പോർ വാട്ടർ പ്രഷർ മൈനസ് ചെയ്താൽ മതി. അപ്പോഴാണ് ഇത് കിട്ടുന്നത്. Okay, but it may be noted that the effective stress at all levels below the plane of saturation AA due to capillary water is increased by Γ into H1. അതായത് ഈ എഫക്റ്റീവ് സ്ട്രെസ് എല്ലാ ലെവലിലും, പ്ലെയിൻ ഓഫ് സാച്ചുറേഷൻ്റെ ബിലോ ആയിട്ടുള്ള എല്ലാ ലെവലിലും കാപ്പിലറി വാട്ടർ കാരണം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന്. എഫക്റ്റീവ് സ്ട്രെസ് ഒരു പടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാപ്പിലറി ആക്ഷൻ വഴിയാണ്. കാപ്പിലറി ആക്ഷൻ ഇല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻക്രീസ് നടക്കത്തില്ല. അപ്പോൾ കാപ്പിലറി ആക്ഷൻ കാരണം എഫക്റ്റീവ് സ്ട്രെസ് കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് Γ H1. അത് ഇവിടെ രണ്ട് ലെയറിലും സംഭവിച്ചു. ഇവിടെയും സംഭവിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ കേസിലും അറ്റത്ത് സംഭവിച്ചായിരുന്നു. നമ്മളത് പറഞ്ഞായിരുന്നു. അടുത്ത സോയിൽ സാച്ചുറേറ്റഡ് അപ് ടു ലെവൽ D, അത് രണ്ടാമത്തെ കേസാണ്. അതും എടുക്കണം. ഈ കേസിലും Γ H1 എഫക്റ്റീവ് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. രണ്ട് കേസിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സീപ്പേജ് പഠിച്ചില്ലായിരുന്നു. ആ സീപ്പേജ് വരുവാണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ്സിനുണ്ടാകുന്ന ചേഞ്ചാണ്. അപ്പം നമ്മുടെ സീപ്പേജ് താഴോട്ടാണെങ്കിൽ, ഡൗൺവേർഡ് സീപ്പേജാണ് സംഭവിക്കുന്നതെങ്കിൽ, ഈ സീപ്പേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻ്റർ പാർട്ടിക്കിൾ ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് സീപ്പേജ്. കാരണം സീപ്പേജ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഫ്ലോ ആണ് ഇതിനകത്തുനിന്ന്, ഗ്രെയിൻസിനകത്തുനിന്ന്. അപ്പോൾ ഇതുണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ പ്രഷർ കുറയാം, അല്ലെങ്കിൽ പ്രഷർ കൂടാം, എഫക്റ്റീവ് പ്രഷർ. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് കൂടണമെങ്കിൽ ഈ സീപ്പേജ് ഫോഴ്സ് താഴോട്ടായിരിക്കണം, ഡൗൺവേർഡ് ആയിരിക്കണം. എഫക്റ്റീവ് സ്ട്രെസ് കുറയണമെങ്കിൽ
സീപ്പേജ് ഫോഴ്സ് അല്ലെങ്കിൽ സീപ്പേജ് എന്ന് പറയുന്ന കണ്ടീഷൻ ഫ്ലോ അപ്വേർഡ് ആയിരിക്കണം. അപ്പോൾ അപ്വേർഡ് ആണെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ് കുറയും, ഡൗൺവേർഡ് ആണെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്. എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ നോക്കുക, ബാക്കി നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് ഡൗൺവേർഡ് നോക്കാം. ഡൗൺവേർഡ് വരുമ്പോൾ എന്താണ് പറഞ്ഞത്? സീപ്പേജ് ഫോഴ്സ് അല്ലെങ്കിൽ സീപ്പേജ് കാരണമുള്ള എഫക്റ്റീവ് സ്ട്രെസ് കൂടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടുമെന്ന് നോക്കണമെങ്കിൽ നമ്മൾ ഒരു ലെയർ എടുത്തു, ഒരു 2-3 സോയിലിൻ്റെ ലെയർ എടുത്തു. അപ്പോൾ അതിനകത്ത് ഏറ്റവും മുകളിൽ വെള്ളമുണ്ട്, കാണാമല്ലോ. ഏറ്റവും മുകളിൽ വാട്ടർ ടേബിളുണ്ട്, അതിന് താഴെയായിട്ട് സോയിലുണ്ട്, 2 ലെയർ സോയിലുണ്ട്. അപ്പോൾ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ആ 2 ലെയറിൻ്റെ സോയിലിനും ഗാമ സാറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും സെക്ഷൻ എ എടുക്കുന്ന സമയത്ത് എ കാണാമല്ലോ അതിൽ ഫിഗറിൽ, ഇതാണ് എ. അപ്പോൾ എടുക്കുന്ന സമയത്ത് അവിടുത്തെ ടോട്ടൽ സ്ട്രെസ് എന്താണ്? വെള്ളം കാരണമുള്ള സ്ട്രെസ്സാണ് അവിടുത്തെ ടോട്ടൽ സ്ട്രെസ്, മുകളിലുള്ള ലോഡിങ്, വാട്ടർ ലോഡിങ്. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡബ്ല്യു, അവിടെ ഹൈറ്റ് ഓഫ് ദ വാട്ടർ HW ആണ് എടുത്തിരിക്കുന്നത്, HW. പോർ വാട്ടർ പ്രഷർ എന്ത് വരും? സെയിം വരും. സോ ദ എഫക്റ്റീവ് സ്ട്രെസ് വിൽ ബി 0 അറ്റ് എ. ഓക്കെ, ഇനി അടുത്ത ബിയിൽ എടുക്കുക. ബിയിൽ നമുക്ക് എടുക്കുമ്പോൾ വാട്ടറിൻ്റെ ആയിട്ടുള്ള ആ പ്രഷറും വരും. ഒരു ലെയർ ഫുൾ വെള്ളമുണ്ട്, അതിൻ്റെ പ്രഷറും ലോഡും വരും. അതുപോലെ തന്നെ ആ സോയിലിൻ്റെ ആ ഒരു ലെയറിലെ ലോഡും വരും. സോ സോയിലിൻ്റെ എടുക്കുമ്പോൾ ഗാമ സാറ്റ് 1 ഇൻറ്റു H1 പ്ലസ് വെള്ളത്തിൻ്റെ ഗാമ ഡബ്ല്യു ഇൻറ്റു HW. ഫോർവേഡ് പ്രഷർ എത്ര വരും? ഗാമ ഡബ്ല്യു ഇൻറ്റു HW1. അതാണ് നമ്മുടെ ഫോർവേഡ് പ്രഷർ. കാരണം ഫോർവേഡ് പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ അതിനുള്ള ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോർവേഡ് പ്രഷറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഹൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പീസോമീറ്റർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെപ്ത് വേണം, അതുകൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് വേണം ഫോർവേഡ് പ്രഷർ അവിടുത്തെ കണ്ടുപിടിക്കുക. അത്രയും ഹെഡ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആ ലെയറിൽ, അതിനാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്നിട്ട് ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ, അതായത് സിഗ്മ മൈനസ് യു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഡാഷ് കിട്ടും, എഫക്റ്റീവ് സ്ട്രെസ് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ സിഗ്മയുണ്ട്, യു ഉണ്ട്, സിഗ്മയുണ്ട്. അപ്പോൾ സിഗ്മ ഡാഷ് കിട്ടും. സിഗ്മ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ 1 ഡാഷ് H1 പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു HW പ്ലസ് H1 മൈനസ് HW1 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവും? യൂഷ്വലി വരേണ്ടത് ഈ ടേം മാത്രമേ വരേണ്ടതായിട്ടുള്ളൂ. ഗാമ ഡാഷ് ഈക്വൽ ടു ഗാമ ഡാഷ് ഇൻറ്റു H1. ഓക്കെ, അല്ലെങ്കിൽ പ്ലസ് HW, അത്രയും കൂടെ വരത്തുള്ളൂ മാക്സിമം വരാൻ. അത് വരത്തില്ല, അത് ഫോർവേഡ് പ്രഷറിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ്സിനകത്ത് ശരിക്കും വരേണ്ടത്, ഗാമ ഡാഷ് ഇൻറ്റു H. അത് ഈ ഫസ്റ്റ് ടേമിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ ടേം വന്നിട്ടുണ്ട്, കണ്ടോ? ആ ടേം എന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ സീപ്പേജ് ഉള്ളതുകൊണ്ടാണ് വന്നത്. കാരണം ഇവിടെ മുകളിലുള്ള വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഫ്ലോ ചെയ്ത് ഈ ഗ്രൗണ്ടിലോട്ട് വന്നു, ഈ ലെയറിലോട്ട് വന്നു. അത് നമ്മുടെ പീസോമീറ്റർ വെച്ചിട്ട് ഇവിടെ അളന്നപ്പോൾ കുറച്ച് റൈസ് ചെയ്തു, ടോട്ടൽ വാട്ടർ ലെവൽ കുറച്ച് റൈസ് ചെയ്തു. അതാണ് നമ്മളിവിടെ HW1 എന്ന് എടുക്കാനുള്ള കാരണം, പോർ വാട്ടർ പ്രഷറിന് പകരം നമ്മൾ ശരിക്കും എടുക്കേണ്ടത് എത്രയായിരുന്നു? H1 ആയിരുന്നു എടുക്കേണ്ടത്, ഈ H1 ആയിരുന്നു എടുക്കേണ്ടത്. പകരം നമ്മൾ എടുത്തത് എന്തോ HW1. കാരണം അവിടുത്തെ വാട്ടർ ലെവൽ റൈസ് ചെയ്തായിരുന്നു. ഓക്കെ, ആ ലെവൽ റൈസ് ചെയ്ത് എന്തുകൊണ്ടാണ്? താഴോട്ടുള്ള സീപ്പേജ് കാരണമാണ്. അപ്പോൾ സീപ്പേജ് കാരണം ലെവൽ റൈസ് ചെയ്തു. ലെവൽ റൈസ് ചെയ്തപ്പോൾ പോർ വാട്ടർ പ്രഷർ കൂടി. പോർ വാട്ടർ പ്രഷർ കൂടിയത് കൂടെ നമ്മൾ ടോട്ടൽ പ്രഷറിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴല്ലേ, പോർ വാട്ടർ പ്രഷറിനെ ടോട്ടൽ പ്രഷറിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴല്ലേ എഫക്റ്റീവ് സ്ട്രെസ് കിട്ടുന്നത്. സോ എഫക്റ്റീവ് സ്ട്രെസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. പോർ വാട്ടർ പ്രഷർ കൂടിയത് കൊണ്ട് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായി? ഒരു മിനിറ്റ്. സോ ഇതിന് മൊത്തത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ പ്രഷറിലും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പോർ വാട്ടർ പ്രഷറിലും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ടേം വരാൻ ഇടയായത്. സോ നമുക്ക് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ വരുമ്പോൾ, അല്ലെ സീപ്പേജ് വരുമ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് കൂടുന്നു എന്നാണ് ഈ കണ്ടീഷൻ കാണിക്കുന്നത്. ഓക്കെ,
ഇതിൽ HW+H1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ HW1 ആണ്, ആണല്ലോ. സോ ദ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഫ്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ CC ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്, സെയിം ഇതാണ് ചെയ്യുന്നത്. അപ്പോഴും ഒരു ഇൻക്രീസ് ഓഫ് γWH കാണാൻ പറ്റും, ഒരു ഇൻക്രീസ് അവിടെ കാണാൻ പറ്റും. ആ ഇൻക്രീസ് കാണിക്കുന്നത് ഇവിടെ സീപ്പേജ് ഡൗൺ ആകുമ്പോൾ, താഴോട്ട് സീപ്പേജ് വരുമ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് കൂടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് അപ്വാർഡ് ഫ്ലോയിലുള്ളതാണ്. അപ്വാർഡ് ഫ്ലോ വരുമ്പോൾ സീപ്പേജിൻ്റെ അപ്വാർഡ് ഫ്ലോ വരുമ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് കുറയുന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഡൗൺവേർഡ് ഫ്ലോ പറഞ്ഞപ്പോൾ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി പഠിക്കുക. ഇത് ചോദിക്കും, ചിലപ്പം എക്സാമിന് ഇത് ചോദിക്കും, ചെയ്യാൻ ഡെറിവേഷൻ ചോദിക്കും. അപ്പോൾ ഇത് ഈ പടം വരച്ചിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. പക്ഷെ പടം പഠിക്കുക, വരയ്ക്കാൻ. ഓക്കെ, പടം വരയ്ക്കാൻ പഠിക്കാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. പടം അറിയാമെങ്കിൽ ഇത് എഴുതാൻ എളുപ്പമാണ്, ഓരോ ലെയറിലെയും ആഡ് ചെയ്ത് എഴുതാൻ എളുപ്പമാണ്. പക്ഷേ ഈ പടം ഓർത്തിരിക്കാൻ ശ്രമിക്കുക. സീപ്പേജ് ഫ്ലോ അപ്പ് ആകുമ്പോൾ അതിന് പല രീതിയിലാണ് ആ ചേഞ്ച് വരുന്നത്. രണ്ട് ഫിഗറിന് ചേഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വേണം പഠിക്കാൻ, അത് കറക്റ്റായിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളൊരു ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ മുകളിലോട്ട് ഫ്ലോ കൊടുക്കുകയാണ്. അപ്പോൾ സീപ്പേജ് താഴേന്ന് മുകളിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ, ഇവിടുന്ന് വാട്ടർ ലെവൽ റൈസ് ആവും, നല്ലോണം റൈസ് ആവും, മറ്റേതുപോലല്ല. ഓക്കെ, അപ്പം അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഫിഗർ മാറുന്നത്. മറ്റേതിനകത്ത് മേളിലൊരു ടാപ്പ് ഇട്ടിട്ട് താഴോട്ടായിരുന്നു വാട്ടർ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ഫിഗർ, കഴിഞ്ഞ ഡൗൺവേർഡ് ഫ്ലോയുടെ ഫിഗർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഈ ഫിഗറിൽ നമ്മൾ ടാപ്പ് ഇട്ട് താഴോട്ടാണ് വാട്ടർ കൊടുക്കുന്നത്. അപ്പോൾ സീപ്പേജ് താഴോട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് ഡയഗ്രാമും മാറും. അപ്പോൾ ഡയഗ്രത്തിനനുസരിച്ച് നമ്മുടെ ഡെറിവേഷനും മാറും. അത്രേ ഉള്ളൂ. നിങ്ങളിനിയും ഇത് നിങ്ങളൊരു അസൈൻമെൻറ്റ് പോലെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഡൗൺവേർഡ് ഫ്ലോ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഓരോ സെക്ഷനിലും A, B, C, Cയിൽ എന്ത് ചേഞ്ചാണ് വരുന്നത്, ടോട്ടൽ സ്ട്രെസ് എത്രയാണ്, ഫോർവേഡ് പ്രഷറാണ് എത്രയാണ്, അത് രണ്ടും കണ്ടുപിടിക്കാം. അത് സിഗ്മയും യുവും കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ ഡാഷ് കണ്ടുപിടിക്കാം. സിഗ്മ ഡാഷിനകത്ത് എന്ത് ചേഞ്ചാണ് വരുന്നത്, അതായത് HW1ഉം H1ഉം HWയും കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നതെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് നെഗറ്റീവ് ആണോ അതോ അപ്വാർഡ് ഫ്ലോ വരുമ്പോൾ നെഗറ്റീവ് ആണോ അതോ പോസിറ്റീവ് ആണോ എന്നുള്ളത്. എഫക്റ്റീവ് സ്ട്രെസ് കുറയുവാണോ കൂടുകയാണോ എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാവും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വിക്സാൻഡ് കണ്ടീഷനാണ്. ക്വിക്സാൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് കുറയുവാണല്ലോ അപ്വേർഡ് ഫ്ലോ ഓഫ് വാട്ടറിൽ. അപ്വേർഡ് സീപ്പേജ് വരുന്ന സമയത്ത് എഫക്റ്റീവ് സ്ട്രെസ് കുറയുവാണ്. അതായത് ഈ ടോട്ടൽ സ്ട്രെസ് മൈനസ് ഫോർവേഡ് പ്രഷർ. അപ്പോൾ ഫോർവേഡ് പ്രഷർ ഇങ്ങനെ കൂടുമ്പോൾ കൂടി വന്ന് നമ്മുടെ ടോട്ടൽ സ്ട്രെസ്സിന് ഈക്വലായിട്ട് എഫക്റ്റീവ് സ്ട്രെസ് 0 ആവും. ആ കണ്ടീഷനെയാണ് ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദ കണ്ടീഷൻ സോ ഡെവലപ്ഡ് ഈസ് നോൺ ആസ് ക്വിക്സാൻഡ് കണ്ടീഷൻ. വെൻ ദ ഹെഡ് കോസിംഗ് ദ അപ്വേർഡ് ഫ്ലോ ഈസ് ഇൻക്രീസ്ഡ്, എ സ്റ്റേജ് ഈസ് ഇവൻച്വലി റീച്ച്ഡ് വെൻ ദ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് റെഡ്യൂസ്ഡ് ടു 0. The figure shows a soil specimen of length L subjected to an upward pressure. Consider the stress developed at section CC. ഇതാണ് ആ ഫിഗർ. L എന്ന് പറഞ്ഞ ലെങ്ത് ഉള്ള ഒരു സോയിലുണ്ട്, ഹൈറ്റുള്ള സോയിലുണ്ട്. H ഹെഡിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ സീപ്പേജ് അപ്വേർഡായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, HW1 എന്ന് പറഞ്ഞൊരു വാട്ടർ ഡെപ്തിലോട്ട് അതിനകത്തെ ഫോർവേഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് HW1. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സിഗ്മ ഈക്വൽ ടു നമുക്ക് നോക്കാം. ദെയർഫോർ ഗാമ സാറ്റ് നമ്മൾ സിഗ്മ ഈക്വൽ ടു ഗാമ സാറ്റ് ഇൻറ്റു L ആണ് അല്ലേ. CC നോക്കുമ്പോൾ ഗാമ സാറ്റ് ഇൻറ്റു CC എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടോ, ഗാമ സാറ്റ് ഇൻറ്റു L ആണ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഗാമ സാറ്റ് എന്ന് പറയുന്നത് ഗാമ ഡാഷ് പ്ലസ് ഗാമ W ആണല്ലോ. കാരണം ഗാമ ഡാഷ് എന്ന് പറയുന്നത് ഗാമ സാറ്റ് മൈനസ് ഗാമ W ആയതുകൊണ്ട്, ഗാമ ഡാഷ് എന്ന് പറയുന്നത് ഗാമ സാറ്റ് മൈനസ് ഗാമ W ആയതുകൊണ്ട് ഗാമ സാറ്റ് എന്ന് പറയുന്നത് ഗാമ ഡാഷ് പ്ലസ് ഗാമ W എന്ന് എടുക്കാം. ഫോർവേഡ് പ്രഷർ എത്ര വരും, ഗാമ W ഇൻറ്റു HW1 ആണല്ലോ. HW1 നമ്മൾ യൂഷ്വലി എടുക്കാറ്. സോ ഈ HW1 എന്ന് പറയുന്നത് എന്താണ്,
എൽ പ്ലസ് എച്ച് ആണ്. HW1 എന്ന് പറയുന്നത് എൽ പ്ലസ് എച്ച് ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഗാമ ഡബ്ല്യുവിൻ്റെ എൽ പ്ലസ് എച്ച് എന്ന് വന്നു. ഇനി നമ്മൾ സിഗ്മ ഡാഷ് കണ്ടുപിടിക്കുക. സിഗ്മയുണ്ട്, യു ഉണ്ട്, രണ്ടും കൂടെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ സിഗ്മ ഡാഷ് കിട്ടും. സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് കിട്ടിയത് ഗാമ ഡാഷ് എൽ മൈനസ് ഗാമ ഡബ്ല്യു എച്ച് എന്നാണ്. ഗാമ ഡാഷ് എൽ മൈനസ് ഗാമ ഡബ്ല്യു എച്ച് എന്നാണ്. ഇനി അക്കോർഡിംഗ് ടു ദിസ് കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ ഈ നമുക്ക് ഈ ഗാമ ഡബ്ല്യുവിൻ്റെ എച്ചിനെ, അതിന് മുമ്പ് ഗാമ ഡബ്ല്യുവിൻ്റെ എച്ച് ഉണ്ടല്ലോ, ഗാമ ഡബ്ല്യുവിൻ്റെ എച്ച്, ഈ എച്ചിനെ നമുക്ക് H/L × L എന്ന് എഴുതാമല്ലോ. ഒരു എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ H/L എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ്. സോ ഗാമ ഡബ്ല്യു × I × L എന്ന് എഴുതാമല്ലോ. സോ അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഇതിനെ ചേഞ്ച് ചെയ്യും, ഈ ടേമിനെ ചേഞ്ച് ചെയ്തിട്ട് അതിനെ IL എന്നാക്കും. അങ്ങനെ നമുക്ക് സിഗ്മ ഡാഷ് ഈക്വൽ ടു ഗാമ ഡാഷ് എൽ മൈനസ് ഗാമ ഡബ്ല്യു × IL എന്ന് കിട്ടും. എന്താണ് ക്വിക്സാൻഡ് കണ്ടീഷൻ? ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്ട്രെസ് ബിക്കം 0 എന്നാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് 0 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ എൽ മൈനസ് ഗാമ ഡബ്ല്യു IL ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഗാമ ഡാഷ് എൽ ഈക്വൽ ടു ഗാമ ഡബ്ല്യു IL എന്ന് എഴുതാമല്ലോ. രണ്ട് സൈഡത്തെ എല്ല് ക്യാൻസൽ ആവും. അങ്ങനെ ആകുമ്പോൾ I ഈക്വൽ ടു ഗാമ ഡാഷ് ബൈ ഗാമ ഡബ്ല്യു എന്ന് വരും. അറ്റ് ക്വിക്സാൻഡ് കണ്ടീഷൻ I ഈക്വൽ ടു ഗാമ ഡാഷ് ബൈ ഗാമ ഡബ്ല്യു. ഓക്കെ, ഈ ഐനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് അറ്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഓർ ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് അറ്റ് ക്വിക്സാൻഡ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് IC. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദിസ് I ഈസ് IC. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ്, ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കും. ക്വിക്സാൻഡ് കണ്ടീഷൻ എഴുതാൻ പറയും, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാപ്പിലറി വാട്ടറിൻ്റെ കാര്യം, കാപ്പിലറി വാട്ടർ വരുമ്പോൾ ഉള്ള എഫക്റ്റ്, അതുപോലെ തന്നെ സീപ്പേജ് ഉണ്ടാകുമ്പോഴുള്ള അപ്വേർഡ് ഫ്ലോ ഡൗൺവേർഡ് ഫ്ലോ എഫക്റ്റ്, അതുപോലെ തന്നെ ഈ ക്വിക്സാൻഡ് കണ്ടീഷൻ, ഇത്രയും കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ തിയറട്ടിക്കലായിട്ട് നിങ്ങളോട് ഡെറിവേഷനായിട്ട് ചോദിക്കുന്നത്. മറ്റേതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണാതല്ല, നന്നായിട്ട് പഠിക്കണം. പിന്നെ പ്രോബ്ലംസ് ചോദിക്കുക. ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത. നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇൻ ടേംസ് ഓഫ് വോയിഡ് റേഷ്യോ വി ഗെറ്റ് IC ഈസ് ഈക്വൽ ടു G-1/1+C. അതെങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്ര? ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? G-1 × ഗാമ ഡബ്ല്യു ബൈ 1+C. G-1 × ഗാമ ഡബ്ല്യു ബൈ 1+C. ഇവിടെ IC എന്ന് പറയുന്നത് എന്താണ്? ഗാമ ഡാഷ് ബൈ ഗാമയ. അങ്ങനെയാണെങ്കിൽ താഴെ ഒരു ഗാമ ഡബ്ല്യു, അങ്ങനെയാണെങ്കിൽ താഴെ ഒരു ഗാമ ഡബ്ല്യു വരും. അങ്ങനെയാണെങ്കിൽ ഈ ഗാമ ഡബ്ല്യൂയും കട്ടായി പോവും. സോ വി ഗെറ്റ് G-1/1+C. അങ്ങനെയാണ് IC ഈക്വൽ ടു G-1/1+C എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. കാരണം ഗാമ ഡാഷിൻ്റെ വാല്യൂ ഇടുമ്പോൾ ഗാമ ഡബ്ല്യു കട്ടായിട്ട് കിട്ടുന്ന ഇക്വേഷനാണ് G-1/1+C. ഗാമ ഡാഷിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ അന്ന് പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജനറലി നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് 2.67 അതുപോലെ തന്നെ വോയിഡ് റേഷ്യോ 0.67 ആണ് എടുക്കാറ്. അങ്ങനെയാണെങ്കിൽ ICയുടെ വാല്യൂ എന്താവും? 1 ആവും. ഓക്കെ, thus the effective stress becomes 0 for the soil with above G and E when the hydraulic gradient is unity. That is, head causing flow is equal to the length of the specimen. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈ കണ്ടീഷനിൽ, അതായത് 2.67 ജിയുടെ വാല്യൂ ജനറൽ 2.67 വോയിഡ് റേഷ്യോൻ്റെ വാല്യൂ 0.67 കൊടുക്കുമ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് I എന്ന് പറയുന്നത് 1 ആവുന്നു. അതാണ് ക്രിട്ടിക്കൽ കണ്ടീഷൻ. ആ സമയത്ത് I1 ആയാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗാമ ഡാഷ് എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യുവിന് ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് 0 ആണ്. തിരിച്ചു പോവുകയാണ്, നമ്മൾ ഇവിടുന്ന് ബാക്കിലോട്ട് പോവുക.
സിഗ്മ ഡാഷ് 0 ആണെന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ക്യുക്സാൻഡ് കണ്ടീഷൻ. അപ്പോൾ ഇതൊക്കെ മീൻ ചെയ്യുന്നത് എന്താണ്? എപ്പോഴെങ്കിലും ഇങ്ങനെ ഗാമ ഡാഷ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു വരുവാണ്, അല്ലെങ്കിൽ IC1 ആണെന്ന് പറയുമ്പോൾ H/L എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. കാരണം ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റെ ഡെഫിനേഷൻ ആണല്ലോ H/L. സോ H ഈക്വൽ ടു L ആയിരിക്കും. സോ ഹെഡ് കോസിങ് ഫ്ലോ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ ഈക്വൽ ആവുന്ന കേസിലാണ് എന്ത് സംഭവിക്കുന്നത്? എഫക്റ്റീവ് സ്ട്രെസ് 0 ആവുന്ന ക്യുക്സാൻഡ് കണ്ടീഷൻ എന്ന കണ്ടീഷൻ സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യുക്സാൻഡ് കണ്ടീഷൻ, ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ്, ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാനുള്ള സംഭവം ഈ അപ്വാർഡ് ഫ്ലോ ആണ്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഡൗൺവേർഡ് ഫ്ലോ ഞാൻ പറഞ്ഞു, അത് ബേസ് ചെയ്ത് അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഈ ഫിഗർ നോക്കി ചെയ്യാൻ എളുപ്പമാണ്. ഫിഗർ പഠിച്ചു വയ്ക്കുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി. ഓക്കെ, എന്നിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്ലൈഡിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. PPT പറയുമ്പോൾ അങ്ങനെ ഒരു ന്യൂനതയുണ്ട്. അതായത് അത്രയും വരെ നമുക്ക് മാക്സിമം കാണിക്കാൻ പറ്റൂ, അതിനപ്പുറത്തോട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുമ്പോൾ പിടികിട്ടും. ജനറൽ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.